പിന്നെ എന്നെ മായ കല്യാണം കഴിക്കാത്ത വേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യേ? ആട്ടോ നടക്കുന്നു. എന്ത് ചെയ്യേ? പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ. എന്ത് ചെയ്യേ? ഒന്നും ചെയ്യില്ല. ചേച്ചി കല്യാണം കഴിച്ചില്ലേ? ചേച്ചി വേറെ. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ? ഞാൻ പറട്ടെ, ഞാൻ അച്ഛന്റെ അമ്മയുടെയും മോളാണെങ്കിലും പപ്പ എന്നെ കാണുന്ന വേറെ വ്യക്തിയായിട്ടാണ്. വ്യക്തമായില്ല. എന്റെ ചേച്ചി വേറെ വ്യക്തിയല്ലേ? അയ്യോ, ഇങ്ങനെയൊന്നും എനിക്ക് വർത്താനം പറയാനും കാഴ്ചപ്പാട് കാണാനും ഒക്കെയല്ല കേട്ടോ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പിന്നെ എന്നെ മായ കല്യാണം കഴിക്കാത്ത സൗകര്യമില്ല. പിന്നെ എന്നെ മായ കല്യാണം കഴിക്കാത്ത അത് ഓരോരുത്തരുടെ ഇതാ. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എന്റെ ലൈഫ് കൂളാണ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അപ്പൊ അച്ഛൻ ചോദിച്ചിട്ടില്ലേ എന്റെ കല്യാണം വീട്ടിൽ ആരും നാട്ടുകാർക്കേ ചോദ്യമുള്ളൂ. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. നാട്ടുകാർക്ക് അതിന് ഞാൻ ചെവി കൊടുക്കാറില്ല. മുമ്പൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പൊ അത് ചോദിക്കാറില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. കല്യാണം കഴിക്കാത്തെന്ന് എന്നെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ചൊറിയുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്, ബാലേട്ടാ, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. പിന്നെ എന്തിനാ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വല്ല കുഴപ്പം? മുഖത്ത് നോക്കി പണ്ട് ചോദിക്കാറുണ്ട്, ഇപ്പൊ ഒന്നും ചോദിക്കാറില്ല, മൈൻഡേ ചെയ്യാം. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചും. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല, സാരില്ലടാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കൺമുമ്പിന്ന് പോടാ.